ഹലോ. അപ്പോൾ ഇന്ന് പുളിങ്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഉണ്ടാക്കി കഴിഞ്ഞു. നമ്മുടെ സദ്യേൻ്റെ കൂടെയൊക്കെ ഉണ്ടാക്കുന്ന പുളിങ്കറി, പുളിയിഞ്ചി എന്നൊക്കെ പറയും തോന്നുന്നു. ഞങ്ങളുടെ നാട്ടിൽ പുളിങ്കറി എന്നാണ് പറയുക. അപ്പോൾ സദ്യേൻ്റെ ഒരു മെയിൻ ഐറ്റാണ്. അപ്പോൾ ഓണമൊക്കെ ആകുമ്പോഴേക്കും ആർക്കെങ്കിലും വേണമെങ്കിൽ ട്രൈ ചെയ്താലോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞു, വീഡിയോ എടുത്തൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഇൻട്രോ കൊടുക്കാമെന്ന്. പിന്നെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് ആയപ്പോൾ ഒരു അബദ്ധം പറ്റി. ഞാൻ ആദ്യമായിട്ടൊന്നും ഉണ്ടാക്കിയല്ല, മുൻപും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ എന്താണെന്ന് അറിയില്ല, എവിടെയോ മനസ്സെവിടെയായിപ്പോൾ ഒരു ചെറിയൊരു അബദ്ധം പറ്റി. അപ്പോൾ ആ ഒരു അബദ്ധം എന്താണെന്ന് ഞാൻ പറയുന്നില്ല, വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ എന്തായാലും പുളിങ്കറീൻ്റെ വീഡിയോ കണ്ട് നോക്കുക. ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണണേ. അപ്പോൾ എന്തായാലും നമുക്ക് പുളിങ്കറീൻ്റെ വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ പുളിങ്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ പുളി വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 3-4 മണിക്കൂറോളം ഞാൻ വെള്ളത്തിലിട്ട് വെച്ച പുളിയാണ്. അപ്പോൾ ഇത് ഞാൻ ആദ്യം തന്നെ കഴുകിയിട്ട് ഇതേപോലെ വെള്ളത്തിലിട്ട് വെച്ചു. അപ്പോൾ ഇത് അളവെന്ന് പറയാനെന്ന് ഞാൻ ഏകദേശം ഒരു പിടിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് ഒരു നമ്മുടെ കയ്യിൽ വരുന്ന ഒരു പിടി പുളി ആയതുകൊണ്ട് തന്നെ ഇതിന് കൃത്യമായിട്ടുള്ള അളവ് പറയാൻ പറ്റില്ലല്ലോ. നമ്മളൊരു സ്പൂണ്, ഒരു ടീസ്പൂൺ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പം ഞാനൊരു പിടിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം നന്നായിട്ട് അത് കുതിർന്നതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ട് ഞെരടി അതിൻ്റെ ആത്മാവ് വരെ പിഴിഞ്ഞെടുത്ത് ആ ഒരു പുളിവെള്ളം നമ്മൾ അരിച്ചെടുക്കണം. അപ്പോൾ ഇതാ ഞാനത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുകയാണ്. എത്രത്തോളം ഇത് പിഴിഞ്ഞെടുക്കാൻ പറ്റുമോ ആ ഒരു പുളീൻ്റെ നീര് ഫുള്ളായിട്ട് എത്രത്തോളം നമുക്ക് കിട്ടുമോ അത്രയും അങ്ങനെ എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ നന്നായിട്ട് ഇറക്കി പിഴിഞ്ഞെടുത്തു. പിന്നെയും കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു പുളി. ഇത് ഞങ്ങൾ വീട്ടിൽ തന്നെ ഇതാക്കിയിട്ട് ഉണക്കി എടുത്തിട്ടുള്ള പുളിയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു കളറെന്ന് പറയുന്നത് ഞാൻ എത്ര ചെയ്തിട്ടും ആ ഒരു കളറ് മാറുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ അരിച്ചെടുത്തിട്ടുള്ള പുളിവെള്ളം ഞാനൊരു ചൂടായ ചീനിച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ ആദ്യം തന്നെ ചീനിച്ചട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അടുപ്പത്ത്. അത് നന്നായിട്ട് ചൂടായ ടൈമിൽ ആ ഒരു പുളിവെള്ളം ഫുള്ളായിട്ട് നന്നായിട്ട് ആ ഒരു ചീനിച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തു. പിന്നെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് 2 ആണി വെല്ലമാണ്. അപ്പം വെല്ലമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മധുരം എത്ര വേണോ അങ്ങനെ മധുരം കൂടുതൽ വേണ്ടവരാണെങ്കിൽ ഇതിൽ കൂടുതൽ മധുരം ഇടാം. അപ്പോൾ ഈ ഒരു പുളിങ്കറിയിൽ എന്ന് പറയുന്നത് മധുരം എരിവും പുളിയും ഒക്കെ ബാലൻസ് ചെയ്ത് നിൽക്കുന്ന അങ്ങനത്തെ ഒരു ടേസ്റ്റ് ആണല്ലോ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഞാൻ എന്തായാലും 2 ആണി വെല്ലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് മാറ്റാം. ഇത് പുളിങ്കറി റെഡിയാവുന്നതിന് മുൻപേ നമ്മളിങ്ങനെ ടേസ്റ്റ് നോക്കുന്ന ടൈമിൽ നല്ല പുളിയുള്ളതുപോലെ തോന്നും, മധുരം ഇല്ലയെന്ന് അങ്ങനെ ഒരു തോന്നൽ വരും. പക്ഷേ ഇത് നന്നായിട്ട് റെഡി ആയി കഴിയുമ്പോൾ നന്നായിട്ട് തണുത്ത് കഴിയുന്ന ടൈമിൽ മധുരം നന്നായിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ മധുരം ഇല്ലോ എന്ന് വിചാരിച്ചിട്ട് വീണ്ടും വെള്ളം കൂട്ടിയിടാൻ ശ്രദ്ധിക്കുക, കൂട്ടിയിടാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാനത് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് പച്ചമുളക്, ഇഞ്ചി, പിന്നെ വെളുത്തുള്ളിയാണ്. അപ്പോൾ ഇതൊക്കെ ഒരല്പം ജസ്റ്റ് ഇത്രയേ വേണ്ടൂ. ഒരു പച്ചമുളകിൻ്റെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ചെറുതായിട്ട് അരിഞ്ഞതാണ്. പിന്നെ ഈ ഒരു ഇഞ്ചിയും വളരെ തിന്നായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ്. വെളുത്തുള്ളിയും അങ്ങനെ തന്നെ. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ നമ്മൾ ആ ഒരു തിളക്കുന്ന പുളിവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് തിളച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ ഇടുന്നതായിരിക്കും നല്ലത്. അതൊക്കെ അതിന് നന്നായിട്ട് വെന്ത് അതിൻ്റെ സത്തൊക്കെ അതിന് കിട്ടണമല്ലോ. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നന്നായിട്ട് അത് തിളച്ച് അത് കുറുകി വരണം. ഏകദേശം ഒരു 10-20 മിനിറ്റോളം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടാണ് ഇതൊന്ന് ഉരുകി വന്നിട്ടുണ്ടായിരുന്നത്. ഗ്യാസിന് പകരം വിറകടുപ്പൊക്കെ ഉള്ളവരാണെങ്കിൽ വിറകൊക്കെ ഉള്ളവരാണെങ്കിൽ അത് വിറകടുപ്പിൽ ചെയ്യുന്നതിനായിരിക്കും നല്ലത്. കാരണം വെച്ചാൽ ഒത്തിരി സമയമാണ് ഇത് കുറുകി വരാൻ വേണ്ടിയിട്ട്. ചെയ്യാൻ വലിയ പണിയൊന്നും ഇല്ലെങ്കിലും ഈ ഒരു കുറുകി വരുന്നത് ഭയങ്കര ഇടങ്ങാറ് പിടിച്ചൊരു പരിപാടിയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് അത് തിളച്ച് വരുന്ന ടൈമിൽ ഞാൻ കുറച്ച് കുരുമുളകിൻ്റെ പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളകിൻ്റെ പൊടിയും ഒരു 1-2 കുരുമുളകിൻ്റെ പൊടി അത്രയും ആവശ്യമുള്ളൂ. അതാണ് ഞാൻ ജസ്റ്റ് കയ്യിൽ അവിടെ വെച്ച് കാണിച്ചു തന്നത്. അത്രയും ഇതേ ആവശ്യമുള്ളൂ. അപ്പോൾ ഇതാ നന്നായിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. ഇറക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് അത് കുറുകി വരികയാണ് ഇനി വേണ്ടത്. അപ്പോൾ നമ്മൾ അടുപ്പത്ത് നിന്ന് മാറ്റി വെച്ച ശേഷം നമ്മൾ അത് നന്നായിട്ട് കുറുകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അധികം കുറുകുന്നത് വരെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട. നമുക്ക് അടുപ്പത്ത് നിന്ന് എടുത്ത് കഴിഞ്ഞ് ഏകദേശം ഒരു 3-4 മണിക്കൂർ കഴിയുമ്പോഴേക്കും അതിനൊരു കൺസിസ്റ്റൻസി നമുക്ക് കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ ഇത് ഏകദേശം ഇപ്പോൾ ഇതുപോലെയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ കുറുകി വന്നത് എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് ആ ഒരു ചീനിച്ചട്ടിയിലെ ആ ഒരു ലൈന് കാണുന്ന ടൈമിൽ മനസ്സിലാവും. ഇനി ഇതൊന്നുകൂടെ നന്നായിട്ട് തിളച്ച് വരുന്ന ടൈമിൽ ഞാൻ അല്പം കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കായപ്പൊടി നമ്മൾ ലാസ്റ്റ്, അതായത് അത് അടുപ്പത്ത് നിന്നും വാങ്ങുന്നതിൻ്റെ ഏകദേശം ഒരു മിനിറ്റ് മുൻപേ മാത്രമേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ജസ്റ്റ് അല്ലെങ്കിൽ അടുപ്പത്ത് നിന്ന് ഈച്ചതിന് ശേഷം മാത്രം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള വറവ് റെഡിയാക്കണം. വറവ് റെഡിയാക്കുന്ന ടൈമിലാണ് എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ വറവ് റെഡിയാക്കുന്ന ടൈമിൽ അതിൽ കടുക് കൂടെ ഇട്ടു. എൻ്റെ ചിന്ത അപ്പോൾ എവിടെയാണ് പോയതെന്ന് എനിക്കറിയില്ല. കടുക് ഇടാൻ പാടില്ലായിരുന്നു. നമ്മൾ ജസ്റ്റ് വറവിടുന്നത് കറിവേപ്പിൻ്റെ ഇലയും അതേപോലെ തന്നെ കായ്മുളകുമാണ് വറവിലിടുക. ഈ ഒരു കടുക് എന്നോട് അറിയാതെ ചെയ്തു പോയതാണ്.
അപ്പോൾ വറവിൽ ഇങ്ങനെ കടുകിട്ട ടൈമിലൊന്നും എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. ഞാൻ ജസ്റ്റ് വറവൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് അത് ആ ഒരു പുളിങ്കറിയിലേക്ക് ഒഴിച്ചപ്പോഴാണ് പെട്ടെന്ന് എൻ്റെ ബുദ്ധി പോയത്. ഈശ്വര, കടുക് വേണ്ടല്ലോ ഇതിൽ എന്നുള്ള കാര്യം ഓർമ്മ വന്നത്. അപ്പോൾ എന്തായാലും എനിക്കൊരു അബദ്ധം പറ്റി. ആ ഒരു അബദ്ധം നിങ്ങളാരും കോപ്പി അടിക്കാൻ എടുക്കുക. അപ്പോൾ ഞാൻ പിന്നീട് ആ ഒരു വറവ് ഒഴിച്ചതിന് ശേഷം പുളിങ്കറിയിലേക്ക് ഒഴിച്ചതിന് ശേഷം ആ കടുകൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് എടുത്ത് മാറ്റുകയാണ് ഉണ്ടായത്. അത് ഭയങ്കര പാടായിപ്പോയി. പുളിങ്കറി ഉണ്ടാക്കുന്നതിനെക്കാട്ടും വലിയൊരു അബദ്ധമായിരുന്നു ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ പുളിയിഞ്ചി അഥവാ പുളിങ്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിലെ പുളിങ്കറി എന്നാണ് പറയുക. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താണ് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ സംഭവം എന്തായാലും റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് ഒന്നുകൂടെ നന്നായിട്ട് തണുക്കുന്ന ടൈമിൽ നന്നായിട്ട് കുറുകി വരും. ഇപ്പോൾ ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഉള്ളത്. അപ്പം ഞാൻ എന്തായാലും വേറൊരു നല്ല പാത്രത്തിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ട്, ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ ഇത് ഇനിയും കുറുകുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം ഇതെല്ലാവരും ഓണത്തിനൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.